അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഹൈടെക് ഇന്റഗ്രേറ്റഡ് ഡയറി ഫാം ആൻഡ് ടൂറിസം പ്രൊജക്റ്റായ ഹെയിംസ് വെഞ്ചേഴ്സിന്റെ അണ്ടറിൽ വരുന്ന വൈറ്റ് മിൽക്ക് എന്ന ബ്രാൻഡിനെ കുറിച്ചിട്ടാണ്. പലരും കേട്ടിട്ടുണ്ടാവും. സൗദി അറേബ്യയിലെ അൽമറായി, നാദക്, ഖത്തറിലെ ബലദിന, അതേപോലെ വിയറ്റ്നാമിലെ വിനാമിൽക്ക്. സൗദി അറേബ്യയിലെ ഏതൊരു വീടുകളിലും ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അൽമറായി പ്രൊഡക്റ്റ് എങ്കിലും അതിലുണ്ടാവും എന്നതാണ് വാസ്തവം. അപ്പൊ ഇതേപോലെ ഒരു കമ്പനിയാണ് നമ്മുടെ നാട്ടിലെ പാലും പാലുൽപ്പന്നങ്ങളും സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി പണക്കാട് സയ്യിദ് ഹമീദ് അലി ഷേർത്തങ്ങൾ ചെയർമാനായിട്ടുള്ള ഇബ്രാഹിം കുട്ടി കോഴിക്കോട് വൈസ് ചെയർമാനായിട്ടും മുഹമ്മദ് ഷബീൻ മാനേജിംഗ് ഡയറക്ടറുമായ ഈ ഒരു മാനേജ്മെന്റിന്റെ കീഴിലാണ് കേരളത്തിലും ഇന്ത്യയിലും പാലും പാലുൽപ്പന്നങ്ങളും സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി തുടക്കം കുറിച്ച ബ്രാൻഡാണ് വൈറ്റ് മിൽക്ക്. ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് ഇന്റഗ്രേറ്റഡ് ഹൈടെക് ഫാം പ്രൊജക്ടുകൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കമ്പനിയാണ് സൗദി അറേബ്യയിലെ അൽമറായി കമ്പനി. 300 HF ഇനത്തിൽപ്പെട്ട പശുക്കളിൽ നിന്ന് ബിസിനസ് തുടങ്ങി ഇന്ന് 2 ലക്ഷത്തിനടുത്ത് പശുക്കളുള്ള ഫാമും വർഷത്തിൽ 2 ബില്യൺ ലിറ്റർ പാല് ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന ലോകത്തിലെ തന്നെ ഭീമൻ കമ്പനിയായി വളർന്നു. അതേപോലെ തന്നെ സൗദി അറേബ്യയിലെ നാദക് 400 പശുക്കളിൽ നിന്ന് തുടങ്ങി ഇന്നത് എത്തി നിൽക്കുന്നത് 80,000 പശുക്കളുള്ള ഫാമും വർഷത്തിൽ 1.5 ബില്യൺ ലിറ്റർ പാല് സപ്ലൈ ചെയ്തുകൊണ്ട് ലാഭമുണ്ടാക്കാൻ സാധിക്കുന്ന കമ്പനിയായിട്ട് മാറി. ഇതേപോലെ സ്വന്തമായി ഫാം സെറ്റ് ചെയ്തുകൊണ്ട് ശുദ്ധമായ പാലും പാലുൽപ്പന്നങ്ങളും മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇന്റഗ്രേറ്റഡ് ഡയറി ഫാം കമ്പനികളും ഇന്ന് ഇന്ത്യയിലില്ല. ഓരോ രാജ്യത്തും പാലിന്റെ ആവശ്യകത വളരെ കൂടുതലാണ്. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് വരുന്ന ഒരു ഹൈടെക് ഇന്റഗ്രേറ്റഡ് ഡയറി ഫാം ആൻഡ് ടൂറിസം പ്രൊജക്ട് ആണ് ഹെയിംസ് വെഞ്ചേഴ്സ് എന്ന സ്ഥാപനം വൈറ്റ് മിൽക്ക് എന്ന ബ്രാൻഡിൽ വരുന്നത്. ഫാം, ഫാക്ടറി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതിന്റെ ഒരു വിഷ്വലും അതുപോലെ ഇപ്പൊ നടക്കുന്ന സ്റ്റേജ് ലൈവായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഒരു വിഷ്വലായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാവും, അതിന്റെ കൂടെ തന്നെ അവിടെ നടക്കുന്ന ലൈവ് വീഡിയോസ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു പ്രൊജക്ട് 95% വർക്ക് കംപ്ലീറ്റ് ചെയ്തു. മാസങ്ങൾക്കുള്ളിൽ തന്നെ വൈറ്റ് മിൽക്ക് എന്ന ബ്രാൻഡ് പാലും പാലുൽപ്പന്നങ്ങളും നമ്മളെ നാടുകളിലേക്ക് എത്തുന്ന രീതിയിൽ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. വിഷ്വലായിട്ട് നമുക്കൊന്ന് കാണാം. ഈ കാണുന്ന ഗേറ്റ് ആണ് വൈറ്റ് മിൽക്ക് എന്ന പ്രൊഡക്റ്റ് ഇറക്കുന്നതിന് വേണ്ടി കർണാടക ഗുണ്ടൽപേട്ടയിൽ 3000 പശുക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ഡയറി ഫാമിന്റെ മെയിൻ ഗേറ്റ്. ഈ ഗേറ്റ് കടന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ ഒരു പ്രൊജക്ടിന്റെ ടൂറിസം സെഗ്മെന്റിലേക്കാണ് നമ്മൾ ഫസ്റ്റ് എത്തുക. ആ ഒരു ഏരിയ ഇപ്പോൾ വർക്ക് നടക്കുന്നത് കൊണ്ട് അതിന്റെ വീഡിയോ, ഒരു വാക്ക് ത്രൂ വീഡിയോ ഞാൻ ഇതിന്റെ ലാസ്റ്റിലായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതില് 3000 പശുക്കളാണ് ഫസ്റ്റ് ഫേസിൽ ഉണ്ടാവുക. ഒരേ സമയം 128 പശുക്കളെ കറക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ലീനിയർ ടൈപ്പ് മിൽക്കിംഗ് പാർലറാണ് നമ്മുടെ ഈ ഫാമിൽ ഒരുക്കിയിട്ടുള്ളത്. 128 പശുക്കളെ നമുക്ക് കറക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വെറും 10 മിനിറ്റ് ആണ്. പാല് നമ്മൾ കറന്നതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ തന്നെ മിൽക്കിംഗ് പാർലറിൽ എത്ര ലിറ്റർ പാല് ഓരോ കൗസും പ്രൊഡ്യൂസ് ചെയ്തു, അതുപോലെ തന്നെ അവർ എത്ര നമ്പർ പശുവാണ്, അതുപോലെ തന്നെ അവരുടെ ബോഡി ടെമ്പറേച്ചർ ഒക്കെ മിൽക്കിംഗ് പാർലറിലെ സിസ്റ്റത്തിൽ റീഡിംഗ് ആയിരിക്കും. പശുക്കൾ വരുന്നതിന് മുന്നുള്ള ഫാമിന്റെ ഒരു കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വിംഗിങ് ബ്രഷ് ആണ്. പശുക്കൾക്ക് സ്ട്രെസ് ലെവൽ കുറക്കുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ളതാണ്. പശുക്കൾ അവിടെ ബ്രഷിൽ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഓട്ടോമേറ്റഡ് ആയിട്ട് അവരെ ചൊറിച്ചിൽ മാറ്റാനും ഒരു മസാജിങ് എഫക്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഇത് പശുക്കൾക്ക് ഉപകാരപ്പെടും. നമ്മുടെ ഈ ഫാമില് ആദ്യം ഉണ്ടാവുന്നത് 3000 പശുക്കളും അവരെ കാഫ്, അവരെ കുട്ടികളും ഉണ്ടാവും. ഇപ്പൊ 2 വർഷത്തിന് ശേഷം ഈ കുട്ടികൾ മെച്ചുവേർഡ് ആവും. ഫാമിൽ ഏകദേശം 2 വർഷത്തിന് ശേഷം 3ാമത്തെ വർഷം എന്ന് പറയുന്നത് 6000 പശുക്കൾ ഉണ്ടാവും. അതേപോലെ തന്നെ അവരുടെ കുട്ടികളും ഉണ്ടാവും. അപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അസറ്റ് അപ്രീസിയേഷൻ ഒക്കെ ഇതിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. മെയിനായിട്ട് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാവുന്നവർക്ക് 3 രീതിയിലാണ് വരുമാനം പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഒന്ന്, ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം. നമ്മൾ ഈ ഒരു ഫാം കർണാടക, തമിഴ്നാട്, കേരളം 3 സംസ്ഥാനത്തിന്റെ തൊട്ടടുത്തായിട്ട് വരുന്ന ലൊക്കാലിറ്റിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫാമിലി ആയിട്ട് ഫാം വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. 2, പാലും പാലുൽപ്പന്നങ്ങളും മാർക്കറ്റിൽ സപ്ലൈ ചെയ്ത് കിട്ടുന്ന വരുമാനം. 3ാമത്തത്
ചാണകത്തിൽ നിന്നുള്ള വരുമാനം. ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ GCCയിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഡയറി ഫാം സെറ്റ് ചെയ്ത് കൊടുക്കുന്ന കമ്പനി ഡിലാവലാണ്. സ്വീഡിഷ് ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനി തന്നെയാണ് വൈറ്റ് മിൽക്ക് എന്ന കമ്പനിക്കും ഫാം അതുപോലെ തന്നെ മെഷീനറി കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഫാമിൽ നിന്ന് കളക്ട് ചെയ്ത പാല് ചിൽഡ് മിൽക്ക് ആക്കി ഇൻസുലേറ്റഡ് ടാങ്കറിലാണ് വയനാട് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വൈറ്റ് മിൽക്കിന്റെ ഫാക്ടറി വിശേഷങ്ങളാണ്. ഫാക്ടറിയിൽ എങ്ങനെയാണ് അത് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തുന്നതിന് മുന്നേ ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഫാക്ടറിയിൽ നടക്കുന്നത് എന്ന് നമുക്കൊന്ന് നേരിട്ട് കാണാം. ഈ ഫാക്ടറിയിൽ നിന്ന് നമ്മുടെ മാനേജ്മെന്റ് ആദ്യം ഇറക്കുന്നത് 4 ഉൽപ്പന്നങ്ങളാണ്: പാല്, യോഗർട്ട്, ഗീ, കേട്. പാല് ബോട്ടിൽ ചെയ്തിട്ടാണ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ടം സെയിൽ ചെയ്യുന്നതിന് വേണ്ടി 26 എയ്ച്ചർ ആൻഡ് ബെൻസിന്റെ ഈവൻ ടാങ്കർ അടക്കം ബോഡി വർക്കൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നമ്മളെ ഫാക്ടറിയിൽ സജ്ജമായിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ലാർജസ്റ്റ് ഹൈടെക് ഇന്റഗ്രേറ്റഡ് ഡയറി ഫാമായ വൈറ്റ് മിൽക്ക് പ്രൊജക്ടിന്റെ കോർപ്പറേറ്റ് ഓഫീസാണ് നമ്മൾ ഈ കാണുന്നത്. 10,000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വൈറ്റ് മിൽക്ക് കോർപ്പറേറ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നതും പ്രൊജക്ടിന്റെ സ്വന്തം പേരുള്ള പ്രോപ്പർട്ടിയിൽ തന്നെയാണ്. വൈറ്റ് മിൽക്ക് എന്ന ഇന്റഗ്രേറ്റഡ് ഡയറി ഫാമിന് നമ്മളൊരു ടൂറിസം സെഗ്മെന്റും കൂടെ കൊടുക്കുന്നുണ്ട്. ടൂറിസം എങ്ങനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു വാക്ക് ത്രൂ വീഡിയോ ഇതിൽ കാണാം. ഫാം വിസിറ്റ് ചെയ്യുന്നവർക്ക് പല ബ്രീഡ് കൗസിനെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം കൂടിയാണ് വൈറ്റ് മിൽക്ക് ഫാം ഒരുക്കുന്നത്. ഈ ഫാമിൽ പശുക്കളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ ഒരു പ്രൊജക്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള ഓരോ പാർട്ണർമാർക്കും അവരുടെ വരുമാനവും മുതൽ മുടക്കും വർദ്ധിക്കും എന്നതാണ് മറ്റു പ്രൊജക്ടിനെ അപേക്ഷിച്ച് വൈറ്റ് മിൽക്ക് ഫാം പ്രൊജക്ട് വ്യത്യസ്തമാവുന്നത്. സുരക്ഷിതമായ നിക്ഷേപത്തോടൊപ്പം ഉയർന്ന വരുമാനവുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ വൈറ്റ് മിൽക്കിന്റെ ഈ പ്രൊജക്ട് നിങ്ങൾക്കൊരു അവസരമാണ്. ഏകദേശം വരും ദിവസങ്ങളിൽ ഫാമില് 3000 പശുക്കളുടെ ആദ്യ ബാച്ച് പശുക്കൾ വരും. തുടക്കത്തിൽ 3000 പശുക്കളെ വെച്ച് തുടങ്ങുന്ന ഈ ഒരു പ്രൊജക്ട് 6 വർഷം കൊണ്ട് തന്നെ 20,000-30,000 പശുക്കളുള്ള ഫാമും അത്ര തന്നെ പ്രൊഡക്ഷൻ ചെയ്ത് മാർക്കറ്റിൽ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡായി മാറും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ബ്രാൻഡിന്റെ പാർട്ണർ ആവാനാണ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്.